പാതാളത്തവള, മാവേലിത്തവള എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഞാൻ പക്ഷെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു തവളയുണ്ട്. സഹ്യപർവ്വത നിരകളിൽ മാത്രം കാണപ്പെടുന്ന IUCN പട്ടിക പ്രകാരമുള്ള വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനത്തിൽപ്പെട്ട തവളയാണ് പാതാളത്തവള. ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്ത് നിന്ന് ഈ തവളയെ കണ്ടെത്തിയിട്ടുണ്ട്. ആ പാതാളത്തവളയുടെ വിശേഷങ്ങൾ കണ്ടതിന് ശേഷം മടങ്ങിയെത്താം. പാതാളത്തവള, പന്നിമൂക്കൻ തവള, മഹാബലി തവള, മാവേലി തവള എന്നൊക്കെയാണ് ഇവന്റെ വിളിപ്പേരുകൾ. പർപ്പിൾ ഫ്രോഗ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. സുവോഗ്ലോസിഡായ കുടുംബത്തിൽപ്പെടുന്ന ഇവ ജീവിച്ചിരിക്കുന്ന ഫോസിലുകളായും കണക്കാക്കപ്പെടുന്നു. പാതാളത്തവളയുമായി സാമ്യമുള്ള തവളകൾ മഡഗാസ്കറിലും സെഷെൽസ് ദ്വീപുകളിലുമാണ് ഉള്ളത്. 2003 ഒക്ടോബർ മാസത്തിൽ ഇടുക്കി ജില്ലയിലാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തിയത്. പിന്നീട് കോതമംഗലം, എരുമേലി, പാലക്കാട്, സൈലന്റ് വാലി, തൃശൂരിലെ പട്ടിക്കാട്, തമിഴ്നാട് ആലമലയിലെ ശങ്കരൻകുടി തുടങ്ങിയ സ്ഥലങ്ങളിലും പാതാളത്തവളയെ കണ്ടെത്തി. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ആദ്യമായാണ് ഇടുക്കി ഉടുമ്പൻചോലയിൽ തവളയെ കണ്ടെത്തിയത്. 10 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും സെൽഷ്യസും ഗോണ്ട്വാന വൻകരയുടെ ഭാഗമായിരുന്നപ്പോൾ ഉരുത്തിരിഞ്ഞവയാണ് ഈ തവളകളെന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം 7 സെന്റിമീറ്റർ വരെ നീളമുള്ള ഇവ മണ്ണിനടിയിലാണ് ജീവിതത്തിന്റെ മുഖ്യഭാഗവും ചിലവഴിക്കുന്നത്. മണ്ണിനടിയിലുള്ള ചിതലുകളും വിരകളുമാണ് മുഖ്യ ആഹാരം. മൺസൂൺ കാലത്ത് പ്രത്യുൽപാദനത്തിന് മാത്രമായി 2 ആഴ്ചയോളം ഇവ പുറത്തുവരും. ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല മാവടിയിൽ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തവളയെ ആദ്യം കണ്ടത്. ആദ്യം സ്വല്പം അങ്കലാപ്പുണ്ടായെങ്കിലും വിരയെ ഉൾപ്പെടെ കൊടുത്തതോടെ ആള് ഇണങ്ങിയ മട്ടായി. പക്ഷേ ഇതിനിടയിൽ മണ്ണ് തുളച്ച് രക്ഷപ്പെടാനും ശ്രമം നടത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും തങ്ങൾക്ക് പരിപാലന ചുമതലയില്ലെന്നും ഇതിനെ കണ്ടെത്തിയ ആവാസ വ്യവസ്ഥയിൽ തന്നെ തുറന്നുവിടണമെന്നുമാണ് മറുപടി ലഭിച്ചത്. ഇതോടുകൂടി തവളയെ കണ്ടെത്തിയ മേഖലയിൽ തന്നെ തിരിച്ചുവിട്ടു. രാവിലെ 10 മണിയായപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ വീട്ടിൽ പണിയാൻ വന്നു. ആ സമയത്ത് റബ്ബറിന്റെ പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ മണ്ണിന്റെ 2 അടി താഴ്ചയിൽ നിന്നാണ് ഇതിനെ കിട്ടുന്നത്. പാതാളത്തവളയെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക തവളയാക്കാൻ ശ്രമം നടത്തിയെങ്കിലും 2023 ആരും കാണാത്ത തവളയെ സംസ്ഥാന തവളയാക്കണ്ട എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയായിരുന്നു. പശ്ചിമഘട്ടത്തിൽ അപൂർവമായി കാണപ്പെടുന്ന തവളയെ കേരളത്തിന്റെ ഔദ്യോഗിക തവളയായി പ്രഖ്യാപിക്കണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ശുപാർശ നൽകിയത്. വേണ്ടെന്ന് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചതോടെ 2023 സംസ്ഥാന വന്യജീവി ബോർഡ് യോഗം ശുപാർശ തള്ളി. എന്തായാലും അപൂർവമായി കാണപ്പെടുന്ന പാതാളത്തവളയെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മാവടിക്കാർ. ജനം, ഇടുക്കി.